കണ്ണൂരിലെ കരിയർ ക്ലിനിക്കിൽ ദേവതീർത്ത് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഈ ദേവതീർത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവന് പല്ലുകൊണ്ടാണ് എഴുതുക, പല്ലിൽ പേന വെച്ചുകൊണ്ടാണ് അവൻ എഴുതുക. നന്നായിട്ട് ചിത്രം വരയ്ക്കും. പക്ഷേ അവന് അവശതയുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്, സ്വന്തമായിട്ട് നടക്കാൻ കഴിയില്ല. അവൻ്റെ അമ്മ അവനെ തോളിലെടുത്തുകൊണ്ടാണ് അവനെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുക. അവൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് കൂടിയാണ്. നല്ല ചിത്രങ്ങൾ ഒരുപാട് ഞാൻ കണ്ടു, അത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ദേവതീർത്ത് ഇപ്പോൾ എൻ്റെ കൂടെ ചേരുകയാണ്. ദേവതീർത്ത്, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറ. എന്തുണ്ട് വിശേഷം? ഓക്കെ, 5 A+ഉം 5 Aയും അല്ലേ SSLC-യിൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചോ? ഇവിടുന്ന് സമ്മാനം വാങ്ങിയപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം. വളരെ സന്തോഷം. നേരത്തെ എത്തിയോ ഇവിടെ വീട്ടിൽ നിന്ന്? നേരത്തെ എത്തി. ചായ ഒക്കെ കുടിച്ചാ? ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയേ? വളരെ നല്ലൊരു പരിപാടിയാണ്. നല്ല പരിപാടിയാണ് അല്ലേ? കുറേ ആളുകൾ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ചിത്രം വരച്ച ഒരാളെ പേര് പറഞ്ഞുതരാമോ? പിന്നെ പിഷാരടീന വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മുൻകളത്തർ അരുൺ കെ വിജയനെ വരച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ മുൻ MLA കടഞ്ഞപ്പള്ളി രാമചന്ദ്രനെ വരച്ചിട്ടുണ്ട്. ഒട്ടേറെ ആളെ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വരച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പത്രമൊക്കെ വായിക്കും തോന്നുന്നു അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണറെയും ഒക്കെ പേരൊക്കെ പറയുമല്ലോ അല്ലേ? നമ്മുടെ ഗവർണറുടെ പേരൊന്ന് പറഞ്ഞുതരോ കേരളത്തിൻ്റെ? രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. മുഖ്യമന്ത്രി ആരായിരുന്നു? VD സതീശൻ. ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവരുടെ അമ്മ കൂടി നമ്മുടെ കൂടെ ചേരുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയും, അത്തരം മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംസാരിക്കാനൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഈ സമയത്തുള്ളത് കൊണ്ടായിരിക്കണം ദേവതീർത്ത് അങ്ങനെ തുറന്ന് നമ്മളോട് പറയുന്നില്ല. ഒരുപാട് അവശതകളുണ്ട്. കാലിനൊക്കെ ബെൽറ്റോ മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ്, സർജറിയൊക്കെ ചെയ്തിട്ടാണ് ആൾ നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. സുബ്രാത്തിൻ്റെ അവാർഡ് വാങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി അമ്മയോട് പറയുന്നു. അങ്ങനെ പത്രത്തിൽ നിന്ന് മറ്റൊരാൾ മുഖാന്തരം അറിയുന്നു. അങ്ങനെ അമ്മയുടെ കൂടെ ഇവിടെ വരികയാണ്. എന്താണ് ദേവതീർത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. എന്താണ് മകൻ്റെ ഒരു പ്രശ്നം? എന്താണ്? അവന് എഴുന്നേറ്റ് നടക്കാനോ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. ഭക്ഷണം വാരി കൊടുക്കണം, ബാത്റൂമിൽ പോയാലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു. ജനിച്ച മുതൽ നടക്കുന്നതിന് പ്രയാസമുണ്ട്. ജനിച്ച പാട് 2 മിനിറ്റ് എൻ്റെ മോന് ഓക്സിജൻ കിട്ടിയില്ല. അതിൽ സംഭവിച്ചു പോയതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ SSLC ഒക്കെ എങ്ങനെയാണ് എഴുതിയത്? SSLC സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുത്തിട്ടാണ് മോൻ എഴുതിയത്. മോന് എഴുതാൻ പറ്റൂല, മോൻ സ്ക്രൈബിന് പറഞ്ഞു കൊടുക്കും. എല്ലാ ഉത്തരങ്ങളും മോന് മെമ്മറിയിൽ നല്ല മെമ്മറി ഉണ്ട് അല്ലേ? നല്ല ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് കുറേ ആളുകളുടെ പേരും സ്ഥലങ്ങളൊക്കെ പറയുന്നത്. സ്വന്തമായിട്ട് കവിത എഴുതും മോനെ. കവിത എഴുതിയ കവിതയെല്ലാം മോന് ബൈഹാർട്ടാണ്. ഒരു കവിത ഒന്ന് പറഞ്ഞുതരോ? പാടിത്തരോ? പാടുകയോ പറയുകയോ? കവിതേൻ്റെ പേര് പറ സ്വന്തമായി. ഞാൻ സ്വന്തമായി എഴുതിയ കേരളപ്പിറവി നവംബർ 1. സത്യഗിരിക്കു പടിഞ്ഞാറായി പച്ച വിരിച്ചൊരു നാട്, തെക്കുവടക്കായി തിരമാലകളുടെ കഴുകളിൽ ഉണരും നാട്, വിവിധ മതങ്ങൾ ഒത്തൊരുമിക്കും ഈ തറവാട്ടിൽ നിത്യം ഏകസുരത്തിൽ പാടുകയായി കേരളമൊരു നവലോകം. ചാരുട ചേർന്നൊരു രൂപമിണങ്ങിയ കേരള നാട്ടിൽ നമ്മൾ സ്നേഹമൊരുക്കി ഒരുങ്ങിയിരിക്കും കാരുണ്യത്തിറവോടെ. ദൈവത്തിൻ തിരുനാടാണെന്നൊരു പേര് വിളിക്കും നാട്. പല പല വിശ്വാസങ്ങൾ ഇണങ്ങി ഒരുമയിൽ നിറയും നാട്. മൊഴി മധുരത്താൽ കേരളം ഒന്നായി പിറവിയെടുത്തതിനോർമ്മ പുലരുകയല്ലോ നവംബർ 1 മലയാളത്തിന്മേൽ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ആള്. നമ്മളൊക്കെ ഒരു പോയമൊന്നും അങ്ങനെ മനസ്സിലൊന്നും കരുതി വെക്കാറില്ല, സ്വന്തമായിട്ട് എഴുതിയത് കൂടിയാണ്. വളരെ മനോഹരമായ വരികളാണ്. ഇപ്പോൾ ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട് ഇവൻ്റെ? ഇപ്പോൾ എനിക്ക് തെറാപ്പി ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തികമായിട്ട് തെറാപ്പി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡൗൺ ആയിട്ടായില്ലേ എൻ്റെ മോൻ.
നല്ല മാറ്റം വരുന്നുണ്ടായിരുന്നു. തെറാപ്പി ചെയ്താൽ നടത്തി തരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തെറാപ്പി ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരു മകനാണോ? ഒരു മോനും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ +1 പോകണം അല്ലേ? +1 പഠിക്കണം എന്നാ മോന് താല്പര്യം. അങ്ങോളം പഠിക്കാൻ വലിയ ആഗ്രഹമാണ് മോന് പഠിക്കാൻ. ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പഠിക്കാനാണ് പറയുന്നത്. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മോനെ നോക്കലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജോലി. അപ്പോൾ എങ്ങനെയാണ് ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ആരെങ്കിലും സഹായിച്ചിട്ടല്ലാണ് ഞാൻ ജീവിച്ചിട്ട് പോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിനെ കൊണ്ട് പോവുക, അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്. സ്കൂൾ തുറക്കുമ്പോൾ ഇനി എന്താ ചെയ്യാന്നറിയില്ല, ഒന്നും കയ്യിലില്ല. +1 ഇനിയിപ്പം പഠിക്കാനെല്ലാം സാമ്പത്തികമായിട്ടെല്ലാം വേണമല്ലോ, എന്താ ചെയ്യാന്നറിയില്ല. എന്തായാലും ദേവതീർത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് സുപ്രഭാതത്തിന് മുമ്പിൽ വന്നിട്ടുള്ളത്. ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അമ്മയ്ക്ക് ജോലിയോ കാര്യമൊന്നുമില്ല. ദേവതീർത്ഥത്തിനെ തോളിൽ എടുത്തുകൊണ്ടാണ് ഈ അമ്മ ഇവിടേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ദേവതീർത്ഥത്തിന് പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം പണമില്ലാത്തത് കൊണ്ടുണ്ടാവരുത്. ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും ദേവതീർത്ഥത്തിൻ്റെ മെമ്മറി അത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ കഴിവ് അത് വളരെ വലുതാണ്. അവൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു, വളരെ മനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇനിയും ലോകം കാണട്ടെ, ലോകം അത് കണ്ട് അത്ഭുതപ്പെടട്ടെ. അതിന് ദേവതീർത്ഥത്തിന് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനും പഠിക്കാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു.